കണ്ണാ. അവൻ പതിയെ അവൻ്റെ കൈത്തണ്ടിയിൽ തൊട്ടു. പെട്ടെന്നവൻ ഞെട്ടി കണ്ണ് തുറന്നു. എടാ, ഞാനാണ്. പതിയവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലോ? നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഏയ് കുഴപ്പമില്ല, വേദനയൊക്കെ കുറഞ്ഞോളും. ഒന്ന് പോയി നോക്കിയാലോ? വേണ്ടളിയ, മരുന്നൊക്കെ ഉണ്ടല്ലോ. അവൻ ഇടത് കൈ കൊണ്ട് തൻ്റെ വലത് കൈ വിരൽ ഓടിച്ചു. കൈക്ക് പൊട്ടലല്ലേ ഉള്ളൂ? അത് കണ്ട് സുനീഷ് ചോദിച്ചു. അതെ. എന്തോ കഷ്ടകാലമായിരുന്നു, ഒക്കെ മാറിയെന്ന് കരുതിയാൽ മതി, അവൻ പറഞ്ഞു. അതിന് മറുപടിയായി കണ്ണനൊന്ന് മൂളി. കല്ലുവാണെങ്കിൽ 2 തവണ വാതിൽക്കൽ വന്ന് നോക്കിയപ്പോഴും സുനീഷ് ഉണ്ടായിരുന്നു അവൻ്റെ അരികിൽ. അതുകൊണ്ട് അവൾ തിരിച്ചടുക്കളയിലേക്ക് പോന്നു. പലരും അറിഞ്ഞു കേട്ട് അവരുടെ വീട്ടിലേക്ക് വന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടായാൽ നാട്ടുകാരറിയാൻ അധിക സമയം വേണ്ട. വന്നവരോടൊക്കെ സമാധാനം പറഞ്ഞത് സുമേഷും ഷോഫിയും രാജിയും ഒക്കെയായിരുന്നു. കാര്യമായി പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ അയൽവീട്ടുകാരോടൊക്കെ പറഞ്ഞത്. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് ആളുകൾ പറഞ്ഞപ്പോൾ ആയുർവേദത്തിൽ കാണിക്കാനാണ് വേറെ ചിലർ അഭിപ്രായപ്പെട്ടത്. തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുമേഷ് അവരുടെയൊക്കെ ഇടയിൽ നിന്നും. കണ്ണനപ്പോൾ മെല്ലെ മയങ്ങുകയാണ്. വേദന കുറേയുള്ള മരുന്ന് കഴിച്ചതുകൊണ്ടാവും. അവൻ്റെ അരികിൽ ഒന്നിരിക്കാനും ആ നെഞ്ചിലേക്കൊന്ന് തൻ്റെ മുഖം ചേർത്ത് വെക്കാനും ആ കൈവിരലെടുത്ത് തൻ്റെ കുഞ്ഞു വാവയൊന്ന് തഴുകാനുമൊക്കെ കല്ലുവിൻ്റെ ഹൃദയം തുടിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം 8 മണിയായി കാണുന്ന സമയം. അപ്പോഴാണ് ഒരു കാർ വന്ന് വീടിൻ്റെ മുൻവശത്തെ ടാറിട്ട റോഡിൽ വന്ന് നിന്നത്. ഇനി ഇത് ആരാണെന്നറിയാനായി രാജൻ ഉമ്മറത്തെ കസാരയിൽ എത്തി നോക്കി. കണ്ണൻ്റെ മുതലാളിയും ഭാര്യയുമായിരുന്നു അത്. അവർ കയറി വന്നപ്പോൾ ഷോഫയും രാജനും ഒക്കെ ചേർന്ന് അവരെ അകത്തേക്ക് വിളിച്ചിരുത്തി. സുമേഷ് പോയി കണ്ണനെ വിളിച്ചു. അവനാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കൊണ്ടാവും കിടന്നുറങ്ങിപ്പോയിരുന്നു. കണ്ണനാണെങ്കിൽ മെല്ലെ എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് ചെന്നു. ആ ജോണി ചേട്ടാ, കണ്ണാ എങ്ങനെയുണ്ടിപ്പോൾ? ഏയ് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ കുറച്ച് മുന്നേ വന്നത് എറണാകുളം വരെ പോയതായിരുന്നു. അതൊന്നും സാരില്ല ചേട്ടാ, വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു, വെറുതെ ചേച്ചിയും കൂടി, കണ്ണൻ അവരോട് പറഞ്ഞു. ഏയ് എന്നാലും അങ്ങനെയല്ലല്ലോ. കണ്ണൻ ഞങ്ങളുടെ ഒപ്പം ജോലിക്ക് കയറിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. ഇതേവരേക്കും തന്നെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം ആരും പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടിപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പോയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടോ. കുഴപ്പമില്ല ചേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മളാരും കരുതിയതല്ലല്ലോ. എന്തായാലും ആയുസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു, കണ്ണൻ മെല്ലെ പറഞ്ഞു. 1/2 മണിക്കൂർ നേരം ഇരുന്ന് അവനോട് സംസാരിച്ച ശേഷമാണ് അവർ രണ്ടാളും അവിടെ നിന്നും പോയത്. ഇറങ്ങാൻ നേരം കണ്ണൻ്റെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുക്കാനും ജോണിച്ചേട്ടൻ മറന്നില്ല. മോനെ, അമ്മ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, ദേഹത്തൊക്കെ നന്നായി ചൂട് പിടിച്ചിട്ട് കുളിക്കാം. കുളിക്കാമേ, അവൻ പതിയെ എഴുന്നേറ്റു. മുരിങ്ങയുടെ തൊലിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് ശോഭ. അവർ അതെടുത്തു കൊണ്ടുപോയി ബാത്റൂമിൽ വെച്ചു. കല്ലു എവിടെയമ്മേ? മുറിയിലുണ്ടല്ലോ മോനെ, ആകെ സങ്കടമാണ് അതിന്. ഇത്രയും സമയം ഇരുന്ന് കരയുകയായിരുന്നു. ശ്രീകുട്ടി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തൊരു വിധിയായിപ്പോയി മോനെ നിനക്ക്. ശോഭ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. സാരയില്ലമ്മേ, എനിക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല, ചെറിയ വേദനയുള്ളൂ. എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത നീ. പോട്ടെ, അമ്മ കരയണ്ട, അവളുമാരുടെ അടുത്തേക്ക് ചെല്. അവൻ മുറിയിലേക്ക് കയറിപ്പോയി. കട്ടിലിരിക്കുകയായിരുന്നു കല്ലു. അവനകത്തേക്ക് കയറി വാതിൽ ചാരി. കല്ലു, അവൻ വിളിച്ചതും അവൾ വേഗം എഴുന്നേറ്റു. ഒരു പൊട്ടിക്കരച്ചിലോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്നു. എന്നാലും എൻ്റെ കണ്ണേട്ടാ, എനിക്ക് എന്തൊക്കെയോ പറയാൻ വന്നുവെങ്കിലും അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. കല്ലു, കരയില്ലേ മോളെ, നമ്മുടെ കുഞ്ഞാവ വിഷമിക്കും. ഏട്ടൻ തിരിച്ചു വന്നല്ലോ കല്ലു, അവൻ മെല്ലെ അവളുടെ വീർത്ത വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ കല്ലു പൊട്ടിക്കരയുകയായിരുന്നു. ഇങ്ങനെ തുടങ്ങല്ലേ കല്ലുവേ, നീ വിഷമിക്കാതെ, ദേ കുഞ്ഞിന് സങ്കടാകും. അല്ലടാ പൊന്നെ, അവൻ കല്ലുവിൻ്റെ വയറിൽ ഒരു ഉമ്മ കൊടുത്തു. സ്കാനിങ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ കൺമണി വലുതായോടി പെണ്ണേ, അച്ചയുടെ മുത്ത് എന്നാണ് വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞേ. അവൻ എഴുന്നേറ്റ് അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലേട്ടാ, എല്ലാം ഓക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ചയുടെ കൺമണി മിടുക്കിയാണല്ലോ. അവനുള്ള വയറുമേൽ വീണ്ടും വിരൽ ഓടിച്ചു. വീണ്ടും കുഞ്ഞ ഉമ്മ വെച്ചു. എന്നിട്ടും മതി വരാത്തതുപോലെ അവന്മാർ ഉപദ്രവിക്കുമ്പോൾ പോലും ആകെ ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പറ്റണേന്ന്. ഓരോ ദിനവും പുലരുമ്പോൾ ആദ്യം ഓർക്കുന്നത് തങ്ങളുടെ വാവ വരുന്ന ദിവസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് അവൻ മനസ്സിലോർത്തു. കല്ലു അവൻ്റെ കൈയും മേലുമൊക്കെ പരിശോധിക്കുകയാണ്. ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോഴും അവൾക്ക് വിശ്വാസം വരുന്നില്ല. നെഞ്ചിൻ്റെ കോണിലായി ഒരു കരിനിരച്ച പാട് കണ്ടതും അവൾ കരയാൻ തുടങ്ങി. എത്രയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും പെണ്ണിൻ്റെ കണ്ണുനീര് തോരുന്നില്ല. ഒടുവിൽ അമ്മ വന്ന് കുളിക്കാൻ വിളിച്ചപ്പോഴാണ് അവളുടെ അടുത്തുനിന്നും ഇറങ്ങിപ്പോയത്. ചൂടുവെള്ളത്തിൽ കുളി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി. നെറ്റിയിലെ കെട്ട് നനയ്ക്കാതെ സൂക്ഷിച്ചാണ് കുളിച്ചതും. ഇറങ്ങി വന്നപ്പോൾ കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന അച്ഛനെ. മോനെ, എന്താ ചാ, നിനക്ക് എന്തെങ്കിലും വയ്യാക്കിയുണ്ടോ? ഇല്ല ചാ,
സത്യമാണടാ, എനിക്കൊരു സമാധാനവുമില്ല, അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാടാ. എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല. നീ അങ്ങനെയാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോകൂലേ? ഈ അച്ഛൻ്റെ ഒരു കാര്യം. അവൻ അച്ഛനെ നോക്കി കണ്ണിറക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. കല്ലുവും ശ്രീകുട്ടിയും കൂടി അത്താഴം വിളമ്പുകയാണ്. സുനീഷ് തിരിച്ചു പോയിരുന്നു. രാജിയും സുമേഷുമൊക്കെ അവിടെയുണ്ട്. കാലത്തെ പോകാമെന്ന് ശോഭയും രാജനും പറഞ്ഞപ്പോൾ അന്ന് അവിടെ നിൽക്കാമെന്ന് അവർ തീരുമാനിച്ചതാണ്. അളിയ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു സുമേഷ്. രാജി ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ കണ്ണാ, കുഞ്ഞുറങ്ങിയോ? ഇവന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ണൻ എടുക്കാനായി കൈ നീട്ടിയപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും രാജി വന്ന് മേടിച്ചു കൊണ്ടുപോയി. എന്നാ അളിയ വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അച്ഛനുമായിട്ട് ഇരുന്ന് രണ്ടാളും അത്താഴം കഴിച്ചത്. ഇടയ്ക്കൊക്കെ ആരൊക്കെയോ കണ്ണനെ ഫോൺ വിളിച്ചു. കേട്ട വിവരമൊക്കെ സത്യമാണോ എന്നറിയുവാനായിരുന്നു. എല്ലാവരോടും മറുപടി പറഞ്ഞ് അവൻ മടുത്തു. പിന്നീട് ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. കല്ലുവാണെങ്കിൽ അച്ഛമ്മയോടൊന്നും വിവരം അറിയിച്ചിരുന്നില്ല. ശോഭ പറഞ്ഞു, അവളോടൊന്നും വിളിച്ചു പറയണ്ട, അവരെയും കൂടി വിഷമിപ്പിക്കേണ്ടെന്ന്. കണ്ണേട്ടാ, കണ്ണനോട് ചേർന്ന് കിടക്കുകയാണ് കല്ലു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ, എല്ലാം ഓരോ സമയദോഷം, അല്ലണ്ടത്ത് പറയാനാ വേണേ. ഈശ്വരൻ എന്താണിങ്ങനെ? ഒരുവിധം ഓട്ടമൊക്കെ ആയി വന്നപ്പോൾ സാറില്ല കല്ലു, എല്ലാം ശരിയാകും. ഇത്രയ്ക്കല്ലേ സംഭവിച്ചുള്ളൂ എന്നോർത്ത് ആശ്വസിക്കാം. അവന്മാരുടെ കയ്യിലാണെങ്കിൽ കത്തി ഉണ്ടായിരുന്നു. അറിയാതെ എങ്ങാനും എനിക്കെന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവനൊരു ദീർഘശ്വാസത്തോടെ പറഞ്ഞു. പെട്ടെന്ന് കല്ലു തൻ്റെ കൈയെടുത്ത് അവൻ്റെ വായ മൂടി. അറിയാതെ പോലും ഇങ്ങനെയൊന്നും കണ്ണേട്ടന് നാവിൽ നിന്നും വരരുത്. ഇതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏട്ടന് ഒരു പോറൽ പോലും വരുത്തരുത് എന്നാണ്. കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരികെ വരും വരെ എനിക്ക് മനസ്സിൽ ഒരാന്തരാണ് കണ്ണേട്ടാ. അവളൊരു വശം ചെരിഞ്ഞ് എഴുന്നേറ്റിരുന്നു. എന്തു പറ്റി കലു, നീ എന്ത് എഴുന്നേറ്റത്? ഒന്നുമില്ല, കാലിനിടയ്ക്കൊക്കെ വല്ലാത്ത കടച്ചിൽ. കണ്ണൻ എഴുന്നേറ്റ് അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. എന്നിട്ട് മെല്ലെ തടവി കൊടുത്തു. കുഴപ്പമില്ല ഏട്ടാ, ഏട്ടൻ കിടന്നോളൂ. പക്ഷെ അവനത് ചെവിക്കൊണ്ടില്ല. അവളുടെ കാലുകൾ മാറി മാറി തടവി കൊടുത്തു. കലു, എന്തോ? 2 ദിവസമായിട്ട് എനിക്ക് വല്ലാത്ത ഒരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തിനാണ് ഏട്ടാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അറിയില്ല കലു, എന്തൊരു ആപത്ത് വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുമായിരുന്നു. ഞാൻ പക്ഷെ അത്രയും കാര്യമാക്കിയില്ല കേട്ടോ. എന്നിട്ട് ഏട്ടൻ എന്നോട് എന്തേ ഒന്നും പറഞ്ഞില്ല? ഓ, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നിയില്ല. എന്നാലും എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സമാധാനക്കുറവായിരുന്നു. എൻ്റെ ഭഗവാനെ, എനിക്കെന്നാലും തിരിച്ചു തന്നല്ലോ. ഒരു നിമിഷം ഈശ്വരനൊന്നും കണ്ണടിച്ചു പോയെങ്കിൽ പിന്നെ ഞാനും ഈ ഭൂമിയിലില്ല, അതുറപ്പാണ്. ദേ, വേണ്ടത്ത വർത്തമാനമൊന്നും പറയില്ല പെണ്ണേ. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അല്ല കണ്ണേട്ടാ, സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കണ്ണേട്ടനില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും കഴിയില്ല. ഏട്ടനെ വിളിച്ച് കിട്ടാഞ്ഞപ്പോഴും ഏട്ടൻ വരാൻ വൈകിയപ്പോഴുമൊക്കെ ഞാനൊരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും ഇല്ലെന്ന്. പുറകെ ഞാനും പോരും അങ്ങട്. ദേ, ഒരൊറ്റ അടി ഞാൻ തരും കേട്ടോ. കുഞ്ഞുവാവ കേട്ടുകൊണ്ട് കിടക്കുക. നിൻ്റെ വിവരക്കേട് മുഴുവനും നാവടക്കിയിട്ടോണം നീ. മാസം ഇത്രയും ആയതാണ്, അറിയാലോ. കുഞ്ഞിന് സങ്കടമാവില്ലേ നിൻ്റെ ഈ വർത്തമാനമൊക്കെ കേട്ടാൽ? അവൻ നോക്കി പേടിപ്പിച്ചതും കല്ലു അവനെ കെട്ടിപ്പിടിച്ചു. എനിക്കൊരു നിമിഷം പോലും പറ്റില്ല കണ്ണേട്ടാ. ഏട്ടനില്ലാണ്ട് എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എനിക്ക് ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയാൻ എൻ്റെ അച്ഛമ്മയും ഏട്ടനും ഇവിടെയുള്ളവരുമൊക്കെയല്ലേ ഉള്ളൂ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാണ് പെണ്ണേ. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ഞാനാ. എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം അമ്മയും രാജിയും ശ്രീയും ഒക്കെ ചേർന്ന് നിന്നെ കാണാൻ വന്നത്. അവരാണെങ്കിൽ കണ്ടിട്ട് വന്നു കഴിഞ്ഞ് നിന്നെക്കുറിച്ച് ഓരോന്ന് വർണ്ണിക്കും. ഞാനാണെങ്കിൽ ഒന്നും കേൾക്കാതെ മാറിപ്പോവുകയായിരുന്നു. ഒടുവിൽ ഇവിടെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് എന്നറിഞ്ഞതും ഞാൻ എൻ്റെ കല്ലുപെണ്ണിനെ കാണാനായി വന്നപ്പോൾ ദേ ഒരു ഷർട്ടും പാവാടയും ഇട്ട കൊച്ചു ഇറങ്ങി വന്നിരിക്കുന്നു. ആകെ കൂടി ഇത്തിരിയേയുള്ളൂ. ഞാൻ ഓർത്തു +2 പഠിക്കുവാണെന്ന്. അവനത് പറയുകയും കല്ല് നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എന്നെ കണ്ടതും ഒറ്റയോട്ടം. ഞാനോർത്തു എന്താപ്പം നടന്നേന്ന്. കുറച്ച് കഴിഞ്ഞൊരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ദേ വീണ്ടും. അപ്പോൾ തോന്നി ഇത്തിരി ഗമ പെട്ടെന്ന് കൂടിയോന്ന്. അച്ഛമ്മയാണെങ്കിൽ എൻ്റെ കല്ലുപെണ്ണിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കാക്ക വിഷമം. പാവം കൊച്ചു ഇത്രയൊക്കെ കഷ്ടതകൾ അനുഭവിച്ചല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സങ്കടമായി. കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയൊരു പെണ്ണിന് വേണം ചങ്ക് പറിച്ചു കൊടുക്കാൻ. ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒഴിവാകണം. ഈ വിവാഹം എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ പോയ ഞാനാ. എല്ലാം കേട്ട് കഴിഞ്ഞ് ആകെ സെൻഡിയായി പോയില്ലേ. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ മാഷ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ? അങ്ങനെ വേണേലും പറയാം. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അപ്പം എനിക്ക് ശരിക്കും ഇഷ്ടമായില്ലേ? മുഖം വീർപ്പിച്ച് നോക്കുന്നവളെ കാണേ അവന് ചിരി വന്നു. പിന്നെ ഫുൾ സെൻഡിയായിരുന്നു പെണ്ണെ. പാവല്ലേ, ആരും ഇല്ലാത്ത വളർന്നതല്ലേ. അങ്ങനെയൊക്കെ ഓർത്തപ്പോൾ പിന്നെ
അവനൊന്നുകൂടെ അവളുടെ അടുത്തേക്ക് ചേർന്നു. വേണ്ട, എന്നെ തൊടണ്ട. അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അല്പം നീങ്ങിയിരുന്നു. ഓ, ഇതാണ് കുഴപ്പം. ഇത്തിരി കാര്യം മതി, ആ പുഴയ്ക്കും പിണങ്ങും. അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് കല്ലു ഗൗരവത്തിലിരുന്നു. ഈ സമയത്ത് പെണ്ണിന് അല്ലേലും ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണക്ക എന്നോട്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളൊന്ന് തോണ്ടി. ഞാൻ ഓർത്തു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാകുമെന്ന്. ഇത് സഹതാപത്തിൻ്റെ പുറത്തായിരുന്നോ എൻ്റെ മഹാദേവ? അവൾ താടിക്ക് കൈയും കൊടുത്തിരുന്നു പോയി. സഹതാപവും സ്നേഹവും വാത്സല്യവും പ്രണയവും ഒക്കെ കൂടി കലർന്നൊരു വികാരമാണ് പെണ്ണെ എനിക്ക് നിന്നോട്. ഇത്തിരി പോന്ന ആ പാവാടക്കാരി ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. നിന്നെയൊന്നും കാണാതെ, നിന്റെ സാമീപ്യമില്ലാതെ 7-ാം മാസത്തിലെ പ്രസവത്തിന് വിടൽ ചടങ്ങിൽ നീ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയില്ലേ? അന്നാണെങ്കിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ പെണ്ണ് കൂടെ ഇല്ലാതെ ആദ്യത്തെ ദിവസമായിരുന്നു അത്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഊഹവും കിട്ടുന്നില്ല. നെഞ്ചിന് വല്ലാത്തൊരു വിങ്ങൽ. നേരം വെളുക്കുമ്പോൾ തന്നെ വരണമെന്നും നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നുമായിരുന്നു. പക്ഷെ അമ്മ വിലക്കി. അവിടെയുള്ളവർ എന്ത് കരുതും? ആ അച്ഛമ്മ പാവം. അതിൻ്റെ കൂടെ 2 ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിച്ചു. ഇത്രമാത്രം എനിക്കിങ്ങനെയൊക്കെ തോന്നാൻ നീ എന്ത് മായാപ്രവാഹമാണ് ചെയ്തിരിക്കുന്നത് കല്ലുവേ? അവൻ അത്രമേൽ തരിളിതമായി പറഞ്ഞു. കല്ലുവിനാണെങ്കിൽ മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഏട്ടൻ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് താൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്കും അറിയാം ഏട്ടന് തന്നെ ജീവനാണെന്ന്. പക്ഷേ ഈ നാവിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. അവൾ അവനെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു. കൺമണിക്കുട്ടി, നിന്റെ അമ്മയ്ക്ക് ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവ് വന്നിട്ട് വേണം നമുക്ക് രണ്ടാൾക്കും കൂടെ ഇവൾക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ. അവളുടെ വയറിന്മേൽ ചേർന്നുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു. കല്ലുവപ്പോൾ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ വെറുതെ ഓരോന്നും പറയുന്നതല്ലേ ഏട്ടാ. ഏട്ടൻ ഇങ്ങനെ എന്നെ പുകഴ്ത്തി പറഞ്ഞു കേൾക്കാൻ ഒരു വല്ലാത്ത സുഖമാണ്. അതുകൊണ്ടല്ലേ? അവനോട് പറ്റിച്ചേർന്നുകൊണ്ട് അവൾ മൊഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കും നിനക്ക് പഠിക്കാൻ പറ്റാത്തത് ഞാൻ കാണുകയാണോ എന്ന്. വേറെ ഏതെങ്കിലും കുടുംബത്തിലായിരുന്നു നീ ചെന്നതെങ്കിൽ ഒരു പക്ഷെ നീ ഇപ്പോൾ PG ചെയ്യാൻ തുടങ്ങിയനെ. നിന്റെ ഭാവി ഞാനായിട്ട് കളഞ്ഞല്ലോ കല്ലുവേ. ഇത്തിരി മാർക്ക് മേടിച്ച് പാസ്സായിട്ട് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കല്ലു എനിക്ക്. ഏയ്, അതൊന്നും സാരില്ല ഏട്ടാ. കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ റെസ്റ്റ് എടുത്തത്. അതും ഡോക്ടർ പറഞ്ഞുകൊണ്ട്. നമ്മുടെ വാവ കൂടി വന്നിട്ട് ഞാൻ കറസ്പോണ്ടൻ്റായിട്ടാണെങ്കിലും പഠിക്കാം. അതെൻ്റെ ആഗ്രഹമാണ്, സ്വപ്നമാണ്. എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് കല്ലു. എൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ എല്ലാം ഈശ്വരൻ നടത്തി തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രതീക്ഷയോടെ അവൻ കല്ലുവിനെ നോക്കി. എന്താണ് ഏട്ടാ ആ സ്വപ്നം? എന്നോടുകൂടി പറയുന്നേ. ഒക്കെ വഴിയെ പറയാൻ വേണേ. അവൻ അവളെ കണ്ണ് ചിമ്മി കാണിച്ചു. ഓക്കെ, എങ്കിലത് മതി. കലുസേ, എങ്കിൽ നമുക്ക് കിടന്നാലോ? നേരം ഒരുപാടായി. അവൾ അവനോട് ചേർന്ന് കിടന്നു. അവളുടെ മുടിയിഴകൾ വിരൽ ഓടിച്ചുകൊണ്ട് അവനും അവളുടെ മൂർധാവിൽ മുത്തം കൊടുത്തുകൊണ്ട് അവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി പിടിച്ചു. ഈ ഒരു സമയമായതുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ വാശിയും പിണക്കവും ഒക്കെയുണ്ട്. പിന്നെ തനിക്ക് അപകടമുണ്ടായത് കൂടിയായപ്പോൾ അവൾക്കാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് താൻ ഈ വിഷയമൊക്കെ പറഞ്ഞ് അവളുടെ കൂടെ കൂടിയത്. അവൾക്കൊരു റിലാക്സേഷൻ അത്രയും അവൻ ഓർത്തുള്ളൂ. നടന്ന സംഭവങ്ങളൊക്കെ ഓരോന്നും ഓർത്തുകൊണ്ട് അവൻ കിടക്കുകയാണ്. കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരുപാട് വൈകിയാണ് അവൻ വന്ന് കിടന്നുറങ്ങിയത്.